ശ്രീമതി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ തിരുവാഭരണ മോഷണം പോയി. ഇത് പറഞ്ഞു കൊടുത്ത സഖാക്കള് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ്. മാഷക്ക് എന്താ ഗുരുവായൂർ എന്നും അറിയില്ല, എന്താ തിരുവാഭരണം എന്നും അറിയില്ല. ഓർമ്മ ശരിയാണെങ്കിൽ 84-85 മറ്റാണ് എൻ്റെ ഓർമ്മ. ഒരു മാല മോഷണം പോയി, സ്വർണമാല. എന്നാൽ ആ സ്വർണമാല ആ ക്ഷേത്രത്തിലെ കുളം വറ്റിച്ചപ്പോൾ തിരിച്ചു കിട്ടി. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ തിരുവാഭരണ മോഷണം പോയിന്ന് ഏതെങ്കിലും സഖാക്കൾ വല്ല വിഡ്ഢിത്തരവും പറഞ്ഞു കൊടുത്താൽ മാഷെപ്പോലെ ഒരാൾ ഏറ്റു പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ശരിയോ തെറ്റോ എന്നുള്ള മാഷ് പരിശോധിക്കട്ടെ. ഒരു മാല മോഷണം പോയി, മോഷണം പോയ മാല തിരിച്ചു കിട്ടുകയും ചെയ്തു. പക്ഷെ ശബരിമലയിൽ മോഷണം പോയ സ്വർണം ഉരുക്കി വിറ്റ് കാശാക്കിയെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടിംഗ് നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സഖാക്കള് ഗോവിന്ദൻ, MV ഗോവിന്ദൻ, ആ ഗോവിന്ദൻ വല്ലാതെ പാടുപെടുന്നുണ്ട്. കാരണം എവിടെ പോയാലും ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ജനം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ശബരിമലയിലെ അയ്യന്റെ പൊന്നു മാത്രമാണ്. ഇപ്പോ ഏറ്റവും അവസാനം എവിടെ പോയാലും ചർച്ച, ജനങ്ങളുടെ ചർച്ച, ജനങ്ങൾക്കിടയിൽ ചർച്ച, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ഒക്കെ ശബരിമലയിലെ അയ്യന്റെ പൊന്നായി മാറിയപ്പോ അവസാനം എന്താണ് ഇതിനൊരു പ്രതിവിധി, എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോ ഗോവിന്ദൻ കുറെ ആലോചിച്ച് ചിന്തിച്ച് ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോഴാരോ ആണ് നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാപ്സ്യൂൾ അയച്ചു കൊടുത്തത്. എന്താണ്? കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തിരുവാഭരണം, ഗുരുവായൂരിലെ തിരുവാഭരണം മോഷണം പോയി അത് തിരിച്ചു കിട്ടിയില്ല എന്ന്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താ? അതാണ് മുരളി പറയുന്നത്. 1984-85 കാലഘട്ടത്തില് അവിടെ നിന്ന് തിരുവാഭരണമല്ല മോഷണം പോയത്, അവിടെ നിന്നൊരു മാല മോഷണം പോയി. പക്ഷെ അത് ഈ പറയുന്ന ഗുരുവായൂരിലെ അമ്പലത്തിലെ കുളം വറ്റിച്ചപ്പോ ആ മാല അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു, അത് തിരിച്ചു കിട്ടി. പക്ഷേ ഗോവിന്ദൻ പറയുന്നത് അത് തിരിച്ചു കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ സക്കീർ ബായിക്ക് പറ്റുമോ? ഗോവിന്ദ പറ്റുമോ ഇങ്ങനെയൊക്കെ നുണ പറയാൻ? എന്താണല്ലേ, ഗോവിന്ദൻ പല ശ്രമങ്ങൾ നടത്തുകയാണ് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ. പക്ഷേ അതല്ല ഗോവിന്ദ ഇവിടെ പ്രശ്നം. ഇവിടെ പല തിരുവാഭരണങ്ങളും പല അമ്പലങ്ങളിലെയും പല ക്രിസ്തീയ ചർച്ചുകളിലെയും അതുപോലെ പള്ളികളിലെയും മുസ്ലിം പള്ളികളിലെയും ഒക്കെ പല ഭണ്ഡാരപ്പെട്ടികളും നേർച്ചക്കുറ്റികളും ആഭരണങ്ങളും ഈ പറയുന്ന വിഗ്രഹങ്ങളും ഒക്കെ പലതും മോഷണം പോയിട്ടുണ്ട്. ഇവിടെ മോഷണം പോയതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത് അതിനെ കുറിച്ചല്ല. ഇവിടെ സംസാരിക്കുന്നത് ശബരിമലയിലെ അയ്യന്റെ പൊന്ന് കാക്കാൻ, അത് സംരക്ഷിക്കാൻ നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സഖാക്കള് സഖാവായത് കൊണ്ട് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പത്മകുമാർ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഇവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഇവരുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഇവരുടെ മുൻ MLA ആയി നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റ വ്യക്തി, ഇതൊക്കെ ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പത്മകുമാർ കറകളഞ്ഞ ഒരു സഖാവായത് കൊണ്ട് മാത്രമാണ് പത്മകുമാർ ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റ് ആയത്, അല്ലേ? അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പത്മകുമാർ ഒരു സഖാവായിരുന്നില്ലെങ്കിൽ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ് ആകുമായിരുന്നോ? അപ്പോ തീർത്തും തികഞ്ഞ സഖാവായത് കൊണ്ട് മാത്രം ദേവസ്വം പ്രസിഡന്റായി. അയ്യന്റെ പൊന്ന് കാക്കേണ്ട ചുമതലയുള്ള ആൾ അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചു. ഇവിടെ ഗോവിന്ദനോട് പറയാനുള്ളത്, ഇവിടെ മോഷണം പോയതോ തിരിച്ചു കിട്ടിയതോ ഒന്നുമല്ല വിഷയം. ഇവിടെ അമ്പലങ്ങളിലെ സ്വത്തുക്കൾ മോഷണം പോയിട്ടുണ്ട്, ഇവിടെ ചർച്ചുകളിലെ ഒരുപാട് മുതലുകൾ മോഷണം പോയിട്ടുണ്ട്, പള്ളികളിലെ മോഷണം പോയിട്ടുണ്ട്. അപ്പൊ മോഷണം പോയതിനെ കുറിച്ചല്ല എടുക്കാം. ഇവിടെ അത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ച സഖാക്കൾ അത് കട്ടു, അതാണ് വിഷയം. സഖാക്കൾ കട്ടു. അയ്യന്റെ സ്വർണം കട്ടത് ആരപ്പ എന്ന് ചോദിച്ചാൽ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞു. കട്ടു എന്ന് മാത്രമല്ല, അത് ഉരുക്കി വിറ്റു. എന്നിട്ട് അതിന്റെ പങ്ക് ദൈവതുല്യന് കൊണ്ടെന്ന് കൊടുത്തു. ദൈവതുല്യൻ അത് നക്കി. അപ്പോ ഗോവിന്ദ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബന്ധം വേണം, എന്തെങ്കിലും വാസ്തവം വേണം, എന്തെങ്കിലും യാഥാർത്ഥ്യം വേണം.
കല്ല് വെച്ചാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പൊട്ടന്മാരാക്കാമെന്ന് ഗോവിന്ദൻ ഇനിയും കരുതണ്ട. അത്രയേ ഉള്ളൂ ഗോവിന്ദനോട് ഈ കാര്യത്തിൽ പറയാൻ. ഗോവിന്ദന് വലിയ വേവലാതിയുണ്ട്, വലിയ ആവലാതിയുണ്ട്, വലിയ ആശങ്കയുണ്ട്, വലിയ അസ്വസ്ഥതയുണ്ട്. എന്താ കാരണം? തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ നിൽക്കുക. ഇന്നിപ്പോ 1-ാം ഘട്ടം അവസാനിക്കാറായി. 2-ാം ഘട്ടം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, അതായത് ഡിസംബർ 11-ന് 2-ാം ഘട്ടം അവസാനിക്കും. ഡിസംബർ 13-ന് വോട്ടെണ്ണും. അപ്പോ ഇതൊക്കെ മുന്നിൽ കാണുന്ന ഗോവിന്ദൻ ഒരു കാര്യം ഉറപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത് ഗർഭമോ ഗർഭം കലക്കലോ ഭ്രൂണമോ ഒന്നുമല്ല ചർച്ചാ വിഷയം. അവിഹിതങ്ങൾ ഒന്നുമല്ല കേരളത്തിന്റെ പൊതു ചർച്ച. അവിഹിതങ്ങളോ ഗർഭമോ ഗർഭം കലക്കലോ സ്നേഹമോ പ്രേമമോ വഞ്ചനയോ ഇത് ഒന്നുമല്ല ഇവിടെ ചർച്ച എന്ന് പറയുന്നത് ഗോവിന്ദ അയ്യന്റെ പൊന്ന് കട്ടു എന്നുള്ളതാണ്. അത് സഖാക്കൾ കട്ടു എന്നുള്ളതാണ്. അത് ദേവസ്വം പ്രസിഡന്റ് കട്ടു എന്നുള്ളതാണ്. കട്ടിട്ടും അതിനെ സംരക്ഷിച്ച് പിടിക്കാൻ പിണറായി വിജയനും സഖാക്കളും ശ്രമം നടത്തി ഏതറ്റം വരെ അവസാനം കോടതി ഇടപെടേണ്ടി വന്നു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെട്ടപ്പോഴാണ് ഈ കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം അറിയുന്നത്. അത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. ഇവിടെ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നല്ല പറഞ്ഞത്. ഹൈക്കോടതി കണ്ടെത്തിയിട്ട് ഹൈക്കോടതി ഒരു SIT വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന അന്വേഷണ സംഘം മറ്റാരുടെ മുന്നിൽ പോയിട്ടും തല കുനിക്കേണ്ട, ഒരാളുടെ മുന്നിലും റിപ്പോർട്ട് കൊടുക്കേണ്ട, അന്വേഷണത്തിന്റെ ഒരു കാര്യങ്ങളും ഒരുത്തരെയും ബോധ്യപ്പെടുത്തേണ്ട, അത് കോടതിക്ക് മുന്നിൽ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള നിർദ്ദേശത്തോടു കൂടി വളരെ കർശനമായ നിർദ്ദേശവും നൽകിയിട്ടാണ് SIT കോടതി പറഞ്ഞു വിടുന്നത്. അവര് കണ്ടെത്തിയതാണ്, അല്ലാണ്ട് വിജയൻ മുൻകൈയെടുത്ത് കണ്ടെത്തിയതൊന്നല്ല. വിജയൻ അത് മുക്കാനാണ് ശ്രമിച്ചത്. കോടതി പറയുന്നത് വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അല്ലേ? കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ആർക്കെങ്കിലും അറിയുമായിരുന്നു കോടതി പറയുന്നത് വരെ? കോടതി കണ്ടെത്തി, കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശബരിമലയിലെ അയ്യന്റെ പൊന്ന് അത് ഒറിജിനൽ അല്ല ഇപ്പൊ അവിടെ ഉള്ളത്, അത് ചെമ്പുപാളികളിൽ ഈ പറയുന്ന തരികിട പരിപാടി കാണിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ച സാധനമാണ് അവിടെ ഉള്ളത് എന്ന് ഭക്തജനങ്ങളും കേരളത്തിന്റെ പൊതുസമൂഹവും മനസ്സിലാക്കുന്നത്. അപ്പൊ ഗോവിന്ദ ഇവിടെ വിഷയം എന്ന് പറയുന്നത് അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചു, അത് കട്ടത് സഖാക്കളാണ് എന്നുള്ളത് തന്നെയാണ് ഗോവിന്ദ ഇവിടെ പ്രശ്നം. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടമോ ഗർഭമോ ഗർഭഛിദ്രമോ അവരുടെ പ്രേമമോ അവരുടെ കാമമോ അവരുടെ അവിഹിതങ്ങളോ ഇതൊന്നുമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചർച്ച. ഇതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്നതുമല്ല. ഇവിടെ ബാധിക്കുന്നതും ചർച്ചയാവുന്നതും ഒരൊറ്റ കാര്യം മാത്രമാണ്. അത് എന്ന് പറയുന്നത് അയ്യന്റെ പൊന്ന് കട്ടത് സഖാക്കളാണെന്നുള്ളതാണ്. സഖാക്കളാണെന്ന് പറഞ്ഞാൽ പോരാ, ആ അയ്യന്റെ പൊന്ന് കക്കാൻ, കോഴിയെ സൂക്ഷിക്കാൻ, കോഴിയെ കാക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെ അയ്യന്റെ പൊന്ന് കക്കാൻ ഏൽപ്പിച്ചത് നല്ല 1-ാം തരം തെമ്മാടികളായ കള്ളന്മാരെയാണ്. ആ കള്ളന്മാരെ പണി വെടിപ്പായി ചെയ്തു. അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചു, കൊണ്ടുപോയി ഉരുക്കി വിറ്റു, തിന്ന് തീർത്തു. അതിന്റെ ഒരു വിഹിതം ദൈവതുല്യനും കൊണ്ടുപോയി കൊടുത്തു. അതാണ് വിഷയം. അതിനപ്പുറത്തേക്ക് ഗോവിന്ദ എത്ര നുണ പറഞ്ഞാലും, പച്ച നുണ പടച്ചു വിട്ടാലും, ക്യാപ്സ്യൂളുകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ക്യാപ്സ്യൂളുകൾ പൊതുജനത്തിലേക്ക് ഇറക്കി വിട്ടാലും അത് ഈ വെയിലത്ത് കുരുക്കില്ല മക്കളെ. അത് അയ്യന്റെ പൊന്നു കട്ട ഉരുക്കിയ സ്വർണത്തിന്റെ ആ തീയിന്റെ ചൂടാണ്. ഇവിടെ ഒരു നുണകളും ആ തീയിൽ കുരുക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴായി നമ്മൾ പറയാറുണ്ട് തീയിൽ കുരുത്തവനാണെന്ന്. പക്ഷേ ഗോവിന്ദന്റെ നുണ അയ്യന്റെ പൊന്നുരുക്കിയ തീയിൽ അത് കുരുക്കില്ല. മനസ്സിലായില്ലേ? അപ്പോ ഗോവിന്ദൻ ഇനി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി മനസ്സിലാക്കിക്കോ. ഇവിടെ സഖാക്കൾ കട്ടു, അതും അയ്യന്റെ പൊന്ന് കട്ടു. അയ്യന്റെ പൊന്ന് കാക്കാൻ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച സഖാക്കൾ തന്നെ അയ്യന്റെ പൊന്ന് കട്ടു. ഇത് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം എന്നുള്ളത് ഗോവിന്ദൻ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതല്ലാതെ രാഹുലിന്റെ ഗർഭമോ യുവതിയുടെ ഗർഭമോ ഭർത്താവോ ആരുമല്ല ഇവിടെ ചർച്ചാ വിഷയം. ചുരുക്കി പറഞ്ഞാല് ഗോവിന്ദനും സഖാക്കളും വല്ലാതെ പാടുപെടുന്നുണ്ട്. നമ്മൾ നിരന്തരമായി
ഈ അന്തിച്ചർച്ചകളിൽ കാണുന്ന സഖാക്കളൊക്കെ വിയർപ്പ് വല്ലാതെ ഒഴുക്കുന്നുണ്ട്. മറുപടി പറയാൻ കഴിയാതെ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ, രോഷാകുലരായി, അസ്വസ്ഥരായി, ആ അസ്വസ്ഥത മൊത്തം പ്രകടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സഖാക്കളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഗോവിന്ദ, കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച എന്ന് പറയുന്നത് അയ്യന്റെ പൊന്നാണ്, അയ്യന്റെ പൊന്നു കൊള്ളയാണ്. അത് സഖാവ് കട്ടു എന്നുള്ളതാണ്, കട്ടതിനെ നിങ്ങൾ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അവസാനം ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവേണ്ടി വന്നു. ഇങ്ങനെ ഒരു വിഷയം ശബരിമലയിൽ നടന്നു എന്ന് പൊതുജനം അറിയാൻ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2019 നടന്ന കാര്യ ചർച്ച എന്ന് പറയുന്നത് അയ്യന്റെ പൊന്നു കട്ടത് സഖാക്കളാണെന്നുള്ളതാണ് ചർച്ച. അതിനപ്പുറത്തേക്ക് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയാറായി. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ചർച്ച. ഇതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ല ഗോവിന്ദ. അതുകൊണ്ട് രാഹുൽ എല്ലാ വിഷയം, ഗർഭമല്ല, ഗർഭം കലക്കലല്ല, അവിഹിതങ്ങളല്ല, ഇതൊന്നും കേരളത്തിന്റെ വിഷയമല്ല. അതൊക്കെ ആ 2 വ്യക്തികളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കും. കേരളത്തിന്റെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുസ്വത്തായ ശബരിമലയിലെ അയ്യന്റെ സ്വർണം കൊള്ളയടിച്ചു, അത് സഖാക്കൾ കട്ടു എന്നുള്ളത് മാത്രമാണ് ഗോവിന്ദ. അതുകൊണ്ട് എത്രയൊക്കെ നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കിയാലും നടക്കില്ല ഗോവിന്ദ.